ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സെല്ലിന് സമീപത്തുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്, അതും നിർണായകമായ ദൃശ്യങ്ങളാണ്. ഈ സംഭവത്തെ പറ്റി എന്താണ് കൂടുതൽ വിവരം? ചാടുന്നത് അത് രണ്ട് കമ്പികൾ അറുത്ത് മുറിച്ച് മാറ്റിയ ശേഷം ആ വിടവിലൂടെയാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നത് രാവിലെ തന്നെ ചില ദൃശ്യങ്ങളൊക്കെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഈ B10 ബ്ലോക്ക് സെല്ലിന്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഇഴഞ്ഞ് ഇയാൾ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് ഇയാൾ ഈ സെല്ലിൽ നിന്ന് പുറത്ത് കടന്ന് അവിടെ തൊട്ടപ്പുറത്ത്, അതായത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 മതിലുകളാണ് അവിടെ ഉള്ളത്. അതിൽ ആദ്യത്തെ മതിലിന്റെ ഭാഗത്തേക്ക് വളരെ കൂളായി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കൂടി അതിനൊപ്പമുണ്ട്. മാത്രമല്ല അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ആദ്യത്തെ CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ B10 ബ്ലോക്കിന്റെ അടിഭാഗത്തുകൂടി ആ 2 കമ്പികൾ മുറിച്ച് അതിലൂടെ നൂഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇയാൾ 3 തവണ തിരികെ വീണ്ടും സെല്ലിലേക്ക് തന്നെ കയറുന്നുണ്ട്. അതായത് ഒരു തവണ പുറത്തേക്ക് വരുന്നു, വീണ്ടും തിരിച്ച് സെല്ലിനുള്ളിലേക്ക് തന്നെ കയറുന്നു, വീണ്ടും പുറത്തിറങ്ങുന്നു. അങ്ങനെ 3 തവണ ഇയാൾ ഇറങ്ങി കയറുന്നുണ്ട്. അതിൽ 2 കാരണങ്ങളാണ്, അല്ലെങ്കിൽ 2 സാധ്യതകളാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. അതായത് ഇയാൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്നത് ഈ പുതപ്പ്, ബെഡ്ഷീറ്റ് തുടങ്ങിയ സാധനങ്ങളാണ്. ഒരുപക്ഷെ അതെടുക്കാനായിരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ അവിടെ നിന്ന് മോഷ്ടിച്ച് കൈവശം വെച്ചിരുന്ന വസ്ത്രങ്ങളുണ്ടായിരുന്നു. ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ആ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ വസ്ത്രങ്ങൾ എടുക്കാനായിരിക്കാം. അതാണ് ഒരു സാധ്യത. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇയാൾക്കൊപ്പം ജയിൽ ചാടാൻ സഹതടവുകാരനും തീരുമാനിച്ചിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഒരാളാണ് ഇത്തരത്തിൽ ഇയാൾക്കൊപ്പം സഹതടവുകാരനായി ഉണ്ടായിരുന്നത്. അയാൾ കൂടി ഇയാൾക്കൊപ്പം ജയിൽ ചാടാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് ആ സ്പേസിലൂടെ, അതായത് 2 കമ്പി മാത്രം മുറിച്ചെടുത്ത സ്പേസിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളെ കൂടി പുറത്തേക്ക് വരാൻ വേണ്ടിയാണോ എന്നറിയില്ല. എന്തായാലും 3 തവണ ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തേക്ക് വരുന്നു, വീണ്ടും അകത്തേക്ക് കടക്കുന്നു, അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പക്ഷേ അയാൾ തിരികെ വന്ന് വളരെ കൂളായി സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യത്തെ മതിലിൻ്റെ, അതായത് ഈ B-D ബ്ലോക്കുകളുടെ ആ ഭാഗത്തായി ആദ്യം ഒരു സുരക്ഷാ മതിലുണ്ട്. ആ മതിൽ കടന്നിട്ട് വേണം ഒരു തടവ് പുള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. പിന്നീട് വലിയ മതിലാണ്, ആ മതിലിൻ്റെ അടുത്തേക്ക് പോകാൻ. ആദ്യത്തെ മതിലിൻ്റെ ഭാഗത്തേക്ക് ഇയാൾ വെള്ളം നിറയ്ക്കുന്ന വീപ്പകൾ അടുക്കി വെച്ച് അതിന് മുകളിൽ കയറിയാണ് രക്ഷപ്പെട്ടത് എന്നാണല്ലോ പോലീസ് പറയുന്നത്. എന്തായാലും അത്തരത്തിൽ ആ ഭാഗത്തേക്ക് ഇയാൾ കൂളായി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ദൃശ്യങ്ങൾ. നമ്മൾ ഓർക്കേണ്ടത്, ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടുകൂടി ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രമേൽ അലംഭാവമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ്. ഈ CCTV ദൃശ്യങ്ങൾ കൃത്യമായി അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ CCTV ദൃശ്യങ്ങളാണ്. അത് കൃത്യമായി ആ ദൃശ്യങ്ങൾ അവരുടെ മോണിറ്ററിൽ അപ്പോൾ തന്നെ ലഭ്യമാണ്. പക്ഷേ അത് മോണിറ്റർ ചെയ്യാൻ, അത് നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളിലൂടെ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങുന്നത്, അതിന് ഒരു തവണ പുറത്തിറങ്ങുന്നതല്ല, 3 തവണ ഇറങ്ങി കയറുന്നത് സ്വാഭാവികമായും ആ മോണിറ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ കണ്ടേനെ. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അന്ന് ആ ഉദ്യോഗസ്ഥൻ അവിടെ അവധിയിലായിരുന്നു. അയാൾ
ചെറുപുഴയ്ക്കപ്പുറത്ത് ഏതോ ഒരു കയാക്കിംഗ് സെന്ററിൽ ചില സുഹൃത്തുക്കൾക്കൊപ്പം പോയിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് വിവരം. അത് ജയിലിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അതായത് ആ സമയത്ത് CCTV പരിശോധിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 3:25-നും 3:30-നും ഇടയ്ക്കാണ് ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും സെല്ലിൽ നിന്ന് നൂണ്ട് പുറത്തിറങ്ങുന്നതും ഒപ്പം അവിടെ ജയിൽ കോമ്പൗണ്ടിലൂടെ കൂളായി നടന്ന് അയാൾ ജയിൽ ചാടുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സമയങ്ങളിലൊന്നും ഇത് നിരീക്ഷിക്കാൻ ഒരാൾ പോലും അവിടെ ആ CCTV മോണിറ്ററിന് സമീപം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കൂ, വലിയ നീണ്ട ഒരു ഇടനാഴിയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഇടനാഴികളിൽ എവിടെയും ഒരു പാറാവുകാരന്റെ നിഴൽ പോലുമില്ല. അതായത് രാത്രി അന്ന് DIG കൊടുത്ത റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അന്ന് രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം അവിടെ പാറാവിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അത് ശരിവെക്കുന്ന, അത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ആ നീണ്ട വരാന്തകളിൽ എവിടെയും ഒരു ജയിൽ ഉദ്യോഗസ്ഥന്റെ, ഒരു ജയിൽ വാർഡന്റെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തത്, ഇനി പുറത്തേക്ക് വന്നതിന് ശേഷം നോക്കൂ, ആ പുറത്തേക്ക് വന്ന അയാൾ ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ ശ്രദ്ധിക്കൂ. ആ ദൃശ്യങ്ങളിൽ അയാൾക്ക് ഒരു ഭയവുമില്ല. വളരെ എന്താ പറയാ, ഒരു തരത്തിലുള്ള ഭയവിഹ്വലതകളും ഒന്നുമില്ലാതെ വളരെ കൂളായിട്ടാണ് അയാൾ ഈ ജയിൽ കോമ്പൗണ്ടിലൂടെ ഇറങ്ങി നടന്ന് ആ ആദ്യത്തെ മതിലിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത്. ആ സമയത്ത് ആ പ്രദേശങ്ങളിലൊന്നും ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പോലുമില്ല. അതായത് കൃത്യമായി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ ഒരുപക്ഷെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട്. അതിലൊന്ന് PV അൻവർ ഉന്നയിച്ച ആരോപണമാണ്. PV അൻവർ പറഞ്ഞത് ജയിലിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ അയാളെ പുറത്തിറക്കുന്നു, മതിലിന്റെ പുറത്തേക്ക് ഇറക്കി വിട്ടു, അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണെന്ന് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ PV അൻവർ കുറെ മുമ്പ് ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസ് സംഘം തന്നെ പുറത്തേക്ക് വിടുന്നത്. കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശേഖരിച്ചത്. പോലീസ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആരോപണങ്ങൾ നിഷേധിക്കുക എന്നത് ഒരു കാരണമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സുരക്ഷാ വീഴ്ച വളരെ കൃത്യമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. നേരത്തെ അയാളുടെ സെല്ലുമായി ബന്ധപ്പെട്ട് 2-3 ചിത്രങ്ങളൊക്കെ രാവിലെ പുറത്തു വന്നിരുന്നു. ആ ചിത്രങ്ങളിൽ വളരെ കൃത്യമായി കാണാമായിരുന്നു. അതായത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന ആ സെല്ലിന്റെ അവസ്ഥ. അത് വളരെ ദുർബലമായൊരു സെല്ലാണ്. വലിയ ഒരു എന്താ പറയാ, ഒരു കൊടും ക്രിമിനലിനെ പാർപ്പിക്കാൻ മാത്രം സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ജയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക്, ആ ഒരു സെൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാരണം തുരുമ്പ് പിടിച്ച, ദ്രവിച്ചു തുടങ്ങിയ കമ്പികളൊക്കെയുള്ള ഒരു സെല്ലിനുള്ളിലാണ് ഈ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് അയാൾ ഏതാണ്ട് എന്താ പറയുക, ഒരു 28 ദിവസത്തോളം എടുത്ത ശ്രമത്തിനൊടുവിൽ 2 കമ്പികൾ മുറിച്ചു മാറ്റി അതിനുള്ളിലൂടെ നൂണ്ട് പുറത്തിറങ്ങുന്നത്. ആ പുറത്തിറങ്ങുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ടതുപോലെ, നേരത്തെ തന്നെ കണ്ടെത്തിയതുപോലെ വലിയ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന, അത് സ്ഥിരീകരിക്കുന്ന, അതിന്റെ നേർസാക്ഷ്യങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.